ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു ചാർലി ചാപ്ലിനെയാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ചാർലി ചാപ്ലിൻ്റെ മൂവി കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിപ്പിച്ചിട്ട് വിട്ടിട്ട് നമ്മൾ കാണുന്ന പോലെ അതുപോലെയാണ്. കാരണം ഒരു 3 ദിവസത്തെ ഒരു 2.5 ദിവസത്തെ വ്ളോഗാണ് ഒരു ദിവസമാക്കി ഞാൻ വെട്ടിച്ചുരുക്കി വെച്ചിരിക്കുന്നത്. തികച്ചും നമ്മുടെ സാധാരണ ജീവിതത്തിലത്തെ ഒരാളായ ശ്രീജേനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അതായത് എൻ്റെ നോർമലായിട്ടുള്ള ലൈഫിൽ എങ്ങനെയാണെന്ന്, എപ്പോഴും ഞാൻ നോർമലായിട്ട് തന്നെയാണ് വരാറ്. പക്ഷേ ഇതൊരു ലോ നോർമൽ ലെവലായി എന്നൊക്കെ പറയാം. കാരണം ഒരു വൃത്തിക്കും മെനയ്ക്കുമൊക്കെ ക്യാമറയുടെ മുമ്പിൽ വരണം എന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ലേ. പക്ഷേ ഇതൊക്കെ അത്രയും പോലും വൃത്തിക്കും മെനയ്ക്കും അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ പറയുക, ഒരു ക്യാമറ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറന്നുകൊണ്ടാണ് പെയിൻ്റ് അടി ദൗത്യം പൂർത്തിയാക്കിയത്. പെയിൻ്റ് അടിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എന്തായാലും നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ, അപ്പം പിന്നെ പെയിൻ്റ് അടിയും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പെയിൻ്റ് അടിയൊന്നും അല്ലായിരുന്നു. നമ്മുടെ പ്രളയം തുടങ്ങുന്നതിൻ്റെ അന്ന് തൊട്ടാണ് ഞാൻ നമ്മുടെ പെയിൻ്റ് അടി ദൗത്യം ആരംഭിച്ചത്. അപ്പോൾ വീട് 5 വർഷമായി നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു. നമ്മുടെ വാടക വീടാണ്. അപ്പോൾ പെയിൻ്റ് അടിയും കാര്യങ്ങളൊന്നും അങ്ങനെ 5 വർഷമായിട്ട് വീട്ടിലില്ല. അപ്പോൾ ശ്രീകുട്ടൻ വളർന്നു വന്നപ്പോൾ അവൻ പിക്കാസോ ആയ ശ്രീകുട്ടൻ ഒരുപാട് വർണ്ണചിത്രങ്ങൾ ക്രയോൺസ് കൊണ്ട് നമ്മുടെ ചുമരുമ്പിലൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിക്കളയണം. പിന്നെ അടുക്കളയിൽ ഒരുപാട് വൃത്തികേടായി, വെള്ളമൊക്കെ വീണ് തെറിച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ ഒരുപാട് വൃത്തികേടായി. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പെയിൻ്റ് അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യം കൂടി ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ, ഒരു പണിയും ചെയ്യാൻ നമുക്ക് ഒരാളുടെ ആവശ്യമില്ല. ഭർത്താവോ പെയിൻറ്ററോ എന്തും നമുക്ക് ചെയ്യാം. സ്വന്തമായിട്ടൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായാൽ മതി. യെസ്, ഐ ക്യാൻ ഡു. ഇത് മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഡു. നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഭാഗ്യൻ്റെ, അതായത് രാജുവേട്ടൻ്റെ സപ്പോർട്ടില്ല എന്ന് പറയട്ടില്ല കേട്ടോ. പെയിൻ്റൊക്കെ മേടിച്ചു തന്നത് ആളാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ഒരു ഡീപ്പ് ക്ലീനിങ്, ഒരു വീട് മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു 50,000 രൂപയുടെ ഒരു പണിയാണ്. അതായത് വീട് പെയിൻ്റ് അടിക്കുക, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും മാറ്റി വയ്ക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു 10-50,000 രൂപ ചിലവാകും. പക്ഷേ ഇത് അത്രയ്ക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തു എന്ന് പറയണില്ല. എങ്കിലും നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ അയ്യേ എന്ന് പറയാത്ത രീതിയിൽ വൃത്തിയാക്കി ഇടാൻ പറ്റും നമ്മുടെ വീട്. പക്ഷെ നമ്മൾ വീട്ടിലുള്ള വീട്ടമ്മമാർ വിചാരിക്കണം, നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എന്തിനാണ്, എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട്, തടി കുറയ്ക്കാൻ വേണ്ടി എന്താണ് ശ്രീജ ചെയ്യാറെന്ന്. തടി കുറയ്ക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട. നമ്മുടെ വീട്ടിൽ വേലക്കാരിനെ നമ്മൾ ഒഴിവാക്കിയാൽ മതി. വീടിൻ്റെ ബാത്റൂമൊക്കെ എന്നും കഴുകുക, മുറ്റം നന്നായിട്ട് അടിച്ചു വാരുക, കുമ്പിട്ട് നിന്ന്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണല്ലേ ഇത്. ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും പറയാറുള്ളൂ. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജോലികൾ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ മടിയന്മാരും മടിച്ചികളൊക്കെ ആവുന്നത്. അപ്പം അങ്ങനെ മടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയാക്കി ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കുന്നത് കണ്ടോ, ഞാൻ നമ്മുടെ വീട് പെയിൻ്റ് അടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണാണ്. കിച്ചണിൽ ഷെൽഫ് ആകെ മോശമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ ഷെൽഫ് മാത്രം വൃത്തിയാക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഞാൻ ഷെൽഫ് എങ്ങനെ വൃത്തിയാക്കാമെന്നുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇടാമെന്ന് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ വീട് മൊത്തം വൃത്തികേടാ. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് എന്നാൽ പിന്നെ വീട് മൊത്തം അങ്ങോട്ട് പെയിൻ്റ് അടിക്കാം നിങ്ങൾ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാണ്. എൻ്റെ തൃശ്ശൂർ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ഫ്ലോയിൽ അങ്ങോട്ട് പോകുമ്പോഴേ പക്ക തൃശ്ശൂരായി മാറുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, മൊത്തത്തിൽ വീട് ഇങ്ങനെ ആകെ വൃത്തികേടായിട്ട് കിടക്കുക. അടിയിൽ താഴെയൊക്കെ കണ്ടോ ആകെ വൃത്തികേടായിട്ട് ഇരിക്കുന്ന കണ്ടോ. അപ്പോൾ പെയിൻ്റ് അടി പകുതിക്കുന്നത് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഷെൽഫ് ഞാൻ മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ള വീടിൻ്റെ വൃത്തികേടൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയൊക്കെ ശ്രീകുട്ടൻ ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഇരുന്നിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ട്, ഇത് പിന്നെ ശ്രീകുട്ടൻ്റെ സ്റ്റിക്കർ കളക്ഷനാണ്. ഇതയാൾ നല്ല ഗംഭീരമായിട്ട് കളക്ഷൻ ചുമരും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വൃത്തികേടാണ്, അഴുക്കാണ് കേട്ടോ. ശ്രീകുട്ടൻ വരച്ച് വെച്ചിട്ട് ഞാൻ കുഞ്ഞു പെയിൻ്റ് അടിയൊക്കെ മുമ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ അവൻ്റെ ക്രയോൺ വർക്ക്സുകൾ ഒരുപാടുണ്ട്, നിറയെ കണ്ടോ. ആ റെഡ് കളറിലൊക്കെ കാണുന്നത് ശ്രീകുട്ടൻ വരച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ അവനോട് വരയ്ക്കണ്ട എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ കൂടി അവൻ എന്നെ കണ്ടുവെട്ടിച്ച് വരയ്ക്കാറുണ്ട്, എല്ലായിടത്തും വരയ്ക്കാറുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ലല്ലോ, കാരണം അത് അവരുടെ പ്രായമാണ്. ലെറ്റ് ദം ഡു എനിത്തിങ് അല്ലേ. കഴിവുകളെ നമ്മൾ പലപ്പോഴും എന്താ പറയുക, വാടക വീട്ടിലെ ബാല്യം എൻ്റെ ഉള്ളിലെ പിക്കാസോയെ തളർത്തിന്നോ അങ്ങനെ എന്തൊക്കെ ഒരു ചൊല്ലില്ലേ, അതുപോലെ ഇതിപ്പോൾ ഒരു കുറുക്കുപണി ചെയ്ത് വെച്ച് നോക്കണം. നിങ്ങളെന്നെ കണ്ട് ഞെട്ടണ്ട കേട്ടോ. ഞാൻ അതിഗംഭീരമായ വീട്ടിലിടുന്ന പക്ക എന്താ പറയുക കൂതറ വേഷത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് സത്യത്തിൽ ഞാൻ കേട്ടോ. ഇതാണ് നിങ്ങൾ കാണുന്ന ശ്രീ, ഇതാണ്
ബാക്കി ക്യാമറയുടെ മുമ്പിലൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ അത്യാവശ്യം നമ്മൾ ഒരു ഒരു പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് വിത്തൗട്ട് എനി മേക്കപ്പ്, വിത്തൗട്ട് എനി പേഴ്സണാലിറ്റിയാണ് ഈ നിങ്ങൾ കാണുന്ന ഈ ശ്രീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്ത് വിടാം എന്നാണ് വിചാരിച്ചത്. അതായത് എനിക്ക് കൈ എത്തില്ലല്ലോ. പക്ഷെ ഞാൻ അടിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഒരു ട്രിക്കാണ് ഇങ്ങനെ നമുക്ക്. പക്ഷെ അടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേ രണ്ടും രണ്ട് കളർ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു. അങ്ങനെ വീട് മൊത്തം പെയിൻ്റ് അടിക്കാനുള്ള ആ കൺക്ലൂഷനിൽ എത്തിച്ചേർന്ന അവസാനം. അപ്പോൾ എത്താത്തതൊക്കെ ഏട്ടൻ വന്ന് അടിച്ചു തന്നു. പിന്നെ ആളുടെ സ്റ്റീൽ ബോഡി കണ്ട് ഇങ്ങനെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി വീടിൻ്റെ ഫ്രണ്ട് വശവും എല്ലായിടത്തും ഞാനിങ്ങനെ ഈ റോളർ ബ്രഷ് അതാകുമ്പോൾ നമ്മുടെ പെട്ടെന്ന് അടിച്ചു കഴിയും. പക്ഷേ ഒരാഴ്ചക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു. ഒറ്റയ്ക്കൊന്നും നമ്മളെ കൊണ്ട് കൂടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഞാനെന്താ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചെയ്തു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഒന്ന് മാറി അടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് വീട് വൃത്തിയാക്കും വേണം, പെയിൻ്റ് അടിക്കും വേണം. അപ്പോൾ ഞാൻ കട്ടൻ സോളൊക്കെ ഊരിയായിരുന്നു. കട്ടൻ സോളൊക്കെ 2 മാസം കൂടുമ്പോൾ ഊരി അലക്കണതാണ് കേട്ടോ. പക്ഷെ അതൊക്കെ ഞാൻ ഒന്നും കൂടി എന്തായാലും വീട് വൃത്തിയാക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഊരി വാഷിംഗ് മെഷീനിൽ അലക്കാൻ കൊണ്ടുവിട്ടു. വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് വലിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമാണ്. അല്ലെങ്കിൽ അലക്കും കൂടി ആവുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്താ പറയുക മരിച്ചു പോയേനെ. ഇപ്പം അലക്കണ്ടല്ലോ. പിന്നെ ഇപ്പോൾ കടയിലത്തെ വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി അത്ര വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ ലൈഫാണ്. പിന്നെ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇത്തിരി ബിസി ഷെഡ്യൂൾഡ് ആണെന്ന് മാത്രം. അപ്പോൾ കട്ടൻസോളൊക്കെ ഇങ്ങനെ ഊരിയെടുത്തു. അതൊക്കെ കഴുകി. ഏട്ടൻ പറഞ്ഞു ഫോട്ടോസൊന്നും അത്രയ്ക്ക് മുകളിലേക്ക് അടിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഷെൽഫൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മുടെ വീട്ടിലില്ല. എന്നാൽ നമ്മൾ 5 വർഷമായ കാരണം കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ട് താനും. അതായത് സോഫ സെറ്റീസും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഡൈനിങ് ടേബിളും സംഭവങ്ങളൊക്കെ ഇവിടുത്തെ അങ്കിളിൻ്റെയാണ് കേട്ടോ. അങ്കിള് ഞാൻ ഒരിക്കൽ മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അങ്കിളിനെ കാണിച്ചു തന്നിട്ടുണ്ട്. പൊറിഞ്ചു എന്നാണ് അങ്കിളിൻ്റെ പേര്. പിന്നെ അവിടുത്തെ മേരി ആൻറ്റി. പിന്നെ എന്താ പറയുക, അവിടെ ഭയങ്കര ഒരു ബോണ്ടാണ് അങ്കിളായിട്ട്. അപ്പോൾ ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ, ഷെൽഫ് ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഷെൽഫിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മേശ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് ഇങ്ങനെ വിരിക്കും പേപ്പർ. ആ പേപ്പറൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇതാണ് കണ്ടോ ഉണങ്ങി. നമ്മുടെ കിച്ചണിലെ ഷെൽഫ് ഉണങ്ങി. കിച്ചണിലെ ഷെൽഫ് സൂപ്പറായിട്ടോ. നിങ്ങൾക്കറിയാലോ മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറാണെന്ന്. അപ്പോൾ കിച്ചൺ കണ്ടോ, ഈ കാണുന്നതാണ് കിച്ചൺ. മൊത്തം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്ന് ചേട്ടന്മാർക്ക് ഫുഡും കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ ഫുഡൊക്കെ കൊടുത്ത് വീണ്ടും കിച്ചണിലേക്ക് പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇനി എല്ലാം ഇനി അടക്കി പറക്കി വെക്കണം. നമ്മുടെ ഹോള്, ഇതിന് തൃശ്ശൂരിൽ എന്താ പറയാന്നറിയോ, ഈ ഹോളിനെ നടയിലകം. അപ്പോൾ ഈ ഹോളൊന്ന് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചിടണം. സത്യം പറഞ്ഞാൽ അന്നത്തെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഏട്ടന് ഈ പെയിൻറ്റിൻ്റെ മണം പറ്റില്ല. ആൾ കുറച്ച് അലർജിക്കാണ്, രൂക്ഷമായ ഗന്ധങ്ങളോട്. അപ്പം ഞാൻ പറഞ്ഞ ഏട്ടൻ പൊക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വീട് മൊത്തം വൃത്തികേടാക്കിയിട്ടു ഞാൻ തന്നെ. കാരണം രണ്ടും കൽപ്പിച്ച് വൃത്തിയാക്കാം, എനിക്ക് തന്നെ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ കിച്ചണിൽ അതേ കളർ പെയിൻ്റ് തന്നെ മേടിച്ചടിച്ചു കേട്ടോ. ഡിസംബറാന്ന് തോന്നുന്നു, ഡിസംബറാണ് അടിക്കാൻ തോന്നുന്നു. എമൽഷനാണോ ഡിസംബറാണാവോ, അത് മറന്നുപോയി. നമ്മുടെ പ്രളയത്തിൻ്റെ ടൈമിലായി കാരണമുണ്ടേ. അപ്പോൾ അതിങ്ങനെ റോളർ വെച്ചിട്ട് ആകെ അടിച്ചു. നിങ്ങൾ ചുറ്റും നോക്കണ്ട, ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാട്ടോ എത്രമാത്രം വൃത്തികേടായിരുന്നു അവിടെയെന്ന്. പക്ഷേ ഞാൻ എന്തൊന്നും കഴുകുന്ന കാരണം കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തികേടല്ല. എന്നാലും കണ്ട അവിടെ ബ്ലാക്ക് കളറിലുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ ഡബിൾ മുണ്ടില്ലേ, നമ്മുടെ ഉടുക്കുന്ന വൈറ്റ് കളറിലുള്ള ഡബിൾ മുണ്ട്, അതുകൊണ്ട് മൊത്തം സാധനങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൊത്തം സാധനങ്ങളും മൂടിയിട്ടു. എന്നിട്ട് ഈ റോളർ കൊണ്ട് ഇങ്ങനെ മൊത്തം അടിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിട്ടോ. പിറ്റേ ദിവസം അന്ന് ഉറങ്ങിയില്ല, സത്യം പറഞ്ഞാൽ ഉറങ്ങാനേ പറ്റിയില്ല. വേഗം ഒന്ന് അന്നത്തെ ദിവസത്തെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് 10-15 മിനിറ്റ് ഞാൻ ഇത്തിരി റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീടൊന്ന് വൃത്തിയാക്കണമായിരുന്നു. അപ്പോൾ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ജനലയുടെ അവിടെയൊക്കെ മറ്റേ സാധനം കൊണ്ടാണ്, മറ്റേ മുണ്ട് കൊണ്ടാണ് ഞാൻ മറച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ കട്ടൻസ് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഒക്കെ വൃത്തിയാക്കി. ഇപ്പം ഞാൻ ഇനി കിച്ചണിൽ നമ്മളൊരു നീല കളർ പെയിൻ്റാണ് കേട്ടോ കൊടുത്തത്. കാരണം കിച്ചൺ ഇത്തിരി വെറൈറ്റി, എനിക്ക് ആ ഒരു കളർ തന്നെ പെയിൻറ്റ് കൊടുത്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കണ്ട ഒരു നീല, അതൊരു സത്യത്തിലൊരു നീലയാണ് ആ കളർ. ക്യാമറയുടെ ഉള്ളിൽ വന്നപ്പോൾ ഒരു പച്ച പോലെയായിരുന്നു മാത്രം. കിച്ചണും എല്ലാവിടും വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ എല്ലാ സ്ഥലങ്ങളും ഇനി വൃത്തിയാക്കണം. ഞാൻ കുറച്ച് ഡബ്ബീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡബ്ബാസിൽ നമ്മുടെ ഈ പച്ചമുളകൊക്കെ ഇട്ട് വയ്ക്കുന്ന ഡബ്ബ, അത് കുറച്ച് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് കിച്ചണിൻ്റെ അടിയിൽ മറ്റേ ഡബ്ബ വയ്ക്കുന്ന സ്ഥലത്തേ ഒന്ന് അടിയിലേക്കൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്റർ പേപ്പർ ഇല്ലേ, നമ്മുടെ ഗിഫ്റ്റ് റാപ്പർ, അത് മേടിച്ചിട്ട് ഗിഫ്റ്റൊക്കെ റേപ്പ് ചെയ്യുന്നത് മേടിച്ചിട്ട് അത് അവിടെ മുറിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുറച്ചും കൂടി പാത്രങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ കുറേ പഴയ പാത്രങ്ങളൊക്കെ ഒന്ന് ഉപയോഗിച്ചു കേട്ടോ. അത് ഒന്ന് മാറ്റി വയ്ക്കാൻ നിന്നില്ല. അപ്പോൾ ഇതുപോലത്തെ കണ്ടോ, ഈ പാത്രങ്ങളാണ്, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ കളർ അങ്ങോട്ട് എൻ്റെ അമ്മയും രാജുവിട്ടിനെ ചീത്ത പറഞ്ഞു, ഇത് എന്ത് വൃത്തിയായിട്ട കളറാണെന്ന് ചോദിച്ചിട്ട്. പക്ഷേ എനിക്കെന്തോ അത് അഴുക്കാവില്ല അത്ര പെട്ടെന്ന്. അവർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇത് അഴുക്കാവുമ്പോൾ ഞാൻ തന്നെ ഇട്ട് കുറച്ച് കഴുകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കളർ മേടിച്ചത്. പക്ഷേ സാധനങ്ങൾ ഇട്ടപ്പോൾ എനിക്ക് തോന്നിട്ടോ ബോറ് കളറായിട്ട്. ഇപ്പം നിങ്ങൾ ചോദിച്ചു ചേച്ചി എന്താണ് ഈ കളർ മേടിച്ചതെന്ന്, അത് പെട്ടുപോയതാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാ സാധനങ്ങളും ഞാൻ നിറച്ച് വെച്ചിട്ട് നമ്മുടെ ഷെൽഫിലേക്ക് മാറ്റി കയറ്റി. ഇതുപോലെ പിന്നെ ഞാൻ പാത്രങ്ങൾ തികയാണ്ടായപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇപ്പോൾ കണ്ടോ പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് നമുക്ക് വലിയ പാത്രങ്ങൾ വേണം. അപ്പോൾ അത് മേടിച്ച് വെച്ചു. പിന്നെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കുന്ന ഐറ്റംസൊക്കെ വലിയ വലിയ പാത്രങ്ങളിലാണ് ഇട്ട് വയ്ക്കുക. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചു എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഡബ്ബിയിലാക്കിയിട്ട് തിരിച്ച് ഷെൽഫിലേക്ക് തന്നെ കയറ്റിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കണം, ബാക്കി ജനലകളും സംഭവങ്ങളൊക്കെ തുടയ്ക്കണം. അതൊക്കെ തുടച്ചു. നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് എപ്പോഴെപ്പോഴും ചില സാധനങ്ങൾ കിട്ടണമല്ലോ, അപ്പോൾ അതൊക്കെ എപ്പോഴും കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വെക്കും. പിന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെക്കേണ്ടായിരുന്നു. കുറച്ച് പിന്നെ പെയിൻറ്റുകളുടെ കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അടക്കി വെച്ചു. പിന്നെ എന്നും ഈ പരിപാടിയൊക്കെ എന്നും ചെയ്യുന്നതാണ്. പിന്നെ നല്ല സ്മെല്ല് വരാനായിട്ട് ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ട്, അതാണ് ഇരുന്ന് പുകയണത്. കണ്ടോ, പാത്രങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, എനിക്കിഷ്ടമായി. പിന്നെ റാക്കിൻ്റെ മുകളിലുള്ള സംഭവങ്ങളൊക്കെ അടക്കി പറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലാഡർ കൊണ്ട് വെച്ചിരിക്കണം. അപ്പോൾ കിച്ചണിൻ്റെ കൊല്ലം കണ്ടോ നിങ്ങൾ, ഇത് എനിക്ക് മാസത്തിലൊരിക്കലുള്ള പരിപാടി. എന്നോട് വീടിൻ്റെ അപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ ചോദിക്കുന്നതിന് നീ എന്തിനീ മാസത്തിലൊരിക്കൽ കിച്ചൺ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് ചോദിക്കും. അതൊക്കെ ഏതെങ്കിലും വിശേഷത്തിനല്ലേ ചെയ്യാൻ ചോദിക്കും. പക്ഷേ എനിക്കറിയില്ല, എന്തെങ്കിലും ഒരു സാധനം ഞാൻ തിരക്കാൻ പോയാൽ മതി, പിന്നെ ഡീപ്പ് ക്ലീൻ ആയി. കാരണം അത് ഒതുക്കി സാധനം തപ്പുന്നതിൻ്റെ ഇടയിലേ ഒതുക്കി പിന്നെ മൊത്തം അങ്ങോട്ട് വലിച്ചിടും. പിന്നെ ഒറ്റ ഒതുക്കലാണ് എല്ലാ സൈഡും. അപ്പോൾ ഇതേ പാത്രങ്ങളൊക്കെ കഴുകി കയറ്റുകയാണ്. ഒരുവിധം പരിപാടികളൊക്കെ അന്ന് ചേട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു. അത് കാരണം കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ സാധനങ്ങൾ കളയേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ആവശ്യമില്ലാത്തതേ, നമ്മളിങ്ങനെ ആവശ്യം വരും എന്ന് വിചാരിച്ച് സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് വേസ്റ്റിൽ കൊണ്ടിട്ട് കത്തിച്ച് കളയാണ് ചെയ്തത് കേട്ടോ. അന്ന് മഴയൊന്നും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ തൃശ്ശൂരൊന്നും മഴയുണ്ടായിരുന്നില്ല. പക്ഷേ വയനാടൊക്കെ അന്ന് ഉരുൾപൊട്ടിയ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ കിച്ചൺ ഏകദേശം ഒന്ന് വൃത്തിയായി കണ്ടോ, ഒരു 60% വൃത്തിയായി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ മറന്നുപോയി, നമ്മുടെ കിച്ചണിൻ്റെ റാക്കിൻ്റെ അടിയിൽ കുറച്ച് ഭാഗത്ത് പെയിൻ്റ് അടിക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ വേസ്റ്റാണ് ബാക്കിയുള്ളതൊക്കെ. ആയുധം എടുത്തു മക്കളെ, ഇതാണ് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ചൂലുമെന്ന്. പിന്നെ ഇനി കൈവിടുന്ന പ്രശ്നമില്ലേ, ചൂലുമെന്ന് ആകെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇടണം. നിങ്ങളെൻ്റെ വേഷം കണ്ട് ഞെട്ടണ്ട കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, എന്തായാലും അഴുക്കാവുന്ന ഉറപ്പല്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പൂപ്പറകാടിയ ഡ്രസ്സൊക്കെ അല്ലേ ഇടാ, തല്ലിപ്പുളി ഡ്രസ്സ്. അപ്പോൾ ടൈൽസിൻ്റെ ഇടയിലൊക്കെ നിറയെ ചെളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഇളക്കി കളയാണ്, അവിടെയൊക്കെ വൃത്തിയാക്കി. കണ്ടോ, ഇപ്പോൾ കിടക്കാച്ചി ആയില്ലേ നമ്മുടെ കിച്ചൺ. വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ നമ്മുടെ വീടല്ലല്ലോ, അപ്പോൾ നമുക്ക് പരിമിതികളുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അടിയിലത്തെ റാക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വുഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതൊന്നും പറ്റില്ലല്ലോ. അവരുടെ വീട്ടിൽ നമുക്ക് വലിയ പരിപാടികളൊന്നും പറ്റില്ല. നമ്മുടെ വീട്ടിൽ പിന്നെ അടുപ്പില്ല കേട്ടോ. അപ്പോൾ 2 ഗ്യാസ് ഉണ്ട്. അത് കഴിഞ്ഞത് വർക്കിംഗ് ഏരിയ ആണ്, ഹോളാണ്. അവിടുത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. ഇനി വർക്കിംഗ് ഏരിയയിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നത് കേട്ടോ, അവിടുത്തെ സംഭവങ്ങളൊക്കെ. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടന് ഫുഡ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അതൊന്നും ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല. ഇത് വർക്കിംഗ് ഏരിയ ആണ്. വർക്കിംഗ് ഏരിയയിൽ ഇനി വർക്കിംഗ് ഏരിയ വൃത്തിയാക്കൽ തന്നെയാണ്. ഇതുപോലൊക്കെ തന്നെ സാധാരണ ഇത് നമ്മുടെ കലണ്ടറാണ് കേട്ടോ. അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഡയറിയാണത്. കണ്ടോ, എല്ലാ സാധനങ്ങളും നമ്മൾ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ.
സത്യം പറഞ്ഞ ഈ ഒരു പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം ചാവാറായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇപ്പം ആലോചിക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു പ്രചോദനം എന്ന പോലെ തന്നെ നമ്മുടെ കരിക്കിലത്തെ ഡയലോഗ് ഉണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റും നിസാരം, നമ്മളെ കൊണ്ട് പറ്റും നിസാരം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെയ്യുക. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വീടിങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എന്തുമാത്രം വൃത്തികേടായിട്ട് കിടക്കണേന്ന്. പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല, പെട്ടെന്ന് ടയേർഡാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് തരാൻ പറയാനോ അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ തന്നെ ഓടണം. എന്ത് കാര്യം ചെയ്യാനായാലും ഒരു എന്താ പറയുക, ഒരു ഇല മറിച്ചിടാൻ പോലും നമ്മുടെ കൈ എത്തണം എന്ന് പറഞ്ഞ പോലെയാണ്, എല്ലാത്തിനും നമ്മുടെ കൈ തന്നെ എത്തണം. പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓവറോളായിട്ട് നമുക്ക് ഒന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തൂലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. ചെയ്ത് കഴിഞ്ഞിട്ട് രാജുവേട്ടനും പറഞ്ഞു കേട്ടോ എന്നോട്, മോനെ ഇത്രയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് എല്ലാവരും ചോദിച്ചു കേട്ടോ, ഇത് ആൾക്കാരെ നിർത്തി ചെയ്യേണ്ട കാര്യമാണ്, നീ എന്തിനാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വീട് മുഴുവൻ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എല്ലാം വലിച്ചു വാരിയിട്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതിലിപ്പോൾ കാണുന്നവർ ചിലർക്കെങ്കിലും തോന്നാം ഇതിപ്പോൾ ഇത്ര വലിയ ജോലിയാണോ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യണതാണെന്നൊക്കെ തോന്നാം. പക്ഷെ അത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം കുഞ്ഞു വീടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ ഇത്തിരി നിങ്ങൾക്ക് എൻ്റെ വീട് കാണാമല്ലോ, കുറച്ച് സൗകര്യമുള്ള വീടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാം അവിടെ ഇങ്ങനെ വൃത്തിയാക്കി വരിക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്ര വലിയ വീടൊന്നുമല്ല കേട്ടോ, ഇത് സാധാരണ ഒരു വീട്, നമ്മുടെ വീടും കൂടിയല്ല, വീട് ഞാൻ പറയാണ്. അപ്പോൾ എന്നോട് രാജുവേട്ടൻ പറയണ്ടായിട്ടോ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാം ഒന്നും പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. പക്ഷെ ഒരു 60% ഹാപ്പി എന്ന് പറയാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോസാണ്. ശ്രീകുട്ടൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഫോട്ടോസുകൾ എടുക്കും. അപ്പം ഞാൻ എന്താ ചില്ലുകളൊക്കെ തുടച്ചായിരുന്നു കേട്ടോ, നമ്മുടെ ഇതിൻ്റെ ചില്ലുകളില്ലേ, ഷോക്കേസിൻ്റെ ചില്ലുകളൊക്കെ തുടച്ചായിരുന്നു. ഫോട്ടോസൊക്കെ ഒതുക്കി വെച്ചു. ഇത് ചെരുപ്പ് ഇടുന്നത് ഭാഗമാണ്, അതായത് നമ്മുടെ കോണിയുടെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവില്ലേ, സ്റ്റെയറിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ്, അതിൻ്റെ ഉള്ളിൽ ഒരു കുന്ന് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷെൽഫാണ് കേട്ടോ. വേണ്ട, ഞാൻ ഇനി വലിച്ചു വാരി ഇടുന്നത് മുഴുവൻ കോണിയുടെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങളാണ്. ഇത് മുഴുവൻ ആ കോണി റൂമിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. എന്തെല്ലാമായിരുന്നു എന്നറിയോ അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഞാൻ ചാക്കിലാക്കി എന്നിട്ട് അത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അതിൽ കുറച്ച് നമ്മുടെ ഓണേഴ്സിൻ്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, അതായത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കളഞ്ഞില്ല, അതൊക്കെ ഒരു ചാക്കിലാക്കിയിട്ട് സെക്യൂർ ചെയ്തിട്ട് കോണി റൂമിൽ കൊണ്ടുവച്ചു. പിന്നെ ഓരോ റൂമിൽ ഓരോ കട്ടിലിൻ്റെ അടിയിലായിട്ട് കുറേ സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്തത് ഇങ്ങനെ ബാഗിലാക്കി വയ്ക്കുകയായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി, കട്ടിലിൻ്റെ അടിയിലൊന്നും വേണ്ടാന്ന് വിചാരിച്ചു, ഒക്കെ റാക്കിൽ കയറ്റി. ഇതൊക്കെ വേസ്റ്റാണ് കേട്ടോ, മൊത്തം വീടിൻ്റെ വേസ്റ്റാണ്. ശ്രീകുട്ടൻ ഇങ്ങനെ പിന്നാലെ നടക്കണ്ടായിരുന്നു കേട്ടോ, എല്ലാത്തിനും പിന്നാലെ ഓടിയോണ്ട് നടക്കുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. ഇത് ബെഡ്റൂമാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ ശ്രീകുട്ടൻ ഒരു ഫോട്ടോ ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ താഴെ വീണു. അപ്പോഴേക്ക് പാവം തോന്നിട്ടോ, അത് എന്നിട്ട് പാവം അത് എടുത്ത് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണു. അവൻ അച്ഛൻ്റെ അമ്മേൻ്റെ ഫോട്ടോ അങ്ങനെ വീണല്ലോ. അപ്പോഴേക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര അഭിമാനം തോന്നി. അവൻ അത്രയും സ്നേഹിക്കണ്ടല്ലോ നമ്മളെ. ഒരു ഫോട്ടോ വീണപ്പോൾ പോലും. ചിലപ്പോൾ ഈ സ്നേഹമൊന്നും വലുതാവുമ്പോൾ ഉണ്ടാവണം എന്നില്ല കേട്ടോ, ആള് കിടന്ന് ഉറങ്ങി. പക്ഷെ ഉണ്ടാവട്ടെ അല്ലേ, നമ്മുടെ മക്കൾ നമ്മളെന്നും സ്നേഹിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അവരെന്തായാലും സ്നേഹിക്കും, പക്ഷെ അവരെ തിരിച്ച് സ്നേഹിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂം ആകെ വൃത്തികേടായി. ബെഡ്റൂമൊക്കെ ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ വൃത്തിയാക്കിയത്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചേട്ടൻ വേറൊരു ടേബിൾ കൊണ്ടുവന്ന് തന്നു, അതൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. ഇതൊരു മെറ്റലിൻ്റെ ടേബിളാണ്. ഇത് വല്ലൂരത്തെ വീട്ടിൽ കിടക്കേണ്ടതാണ്. അപ്പോൾ ഏട്ടൻ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഏട്ടൻ അത് കൊണ്ടുവന്ന് തന്നു. ഇനി മോൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. വാർഡ്രോബൊന്നും തൊട്ടിട്ടില്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ തുണികളൊക്കെ ഇനി ഒതുക്കാൻ കിടക്കുകയാണ്. അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒരു ദിവസം എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ അലമാര നന്നായിട്ട് ക്ലീനായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയത് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ വൃത്തിയാക്കൽ എന്ന് പറയുന്നത്. ഏകദേശം എല്ലാവിടെയും ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ.
കിടക്കാച്ചി വീടായി നമ്മുടെ. ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറേ വേസ്റ്റുകളൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണാണ്. കിച്ചണിലൊരു കുട്ടി വർക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മുടെ വീട് വൃത്തിയാക്കി വെച്ച് നോക്കണുണ്ട്. പെയിൻ്റൊക്കെ അടിച്ചു നല്ല ഭംഗിയാക്കി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ. എന്നാലും കുറേ അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്, മറ്റേ വോൾ സ്റ്റിക്കറില്ലേ അത്. ഇതിങ്ങനെയൊന്നല്ല കേട്ടോ അതിൻ്റെ കോലം, വേറൊരു രീതിയിലാണ്. അപ്പോൾ ഞാനിങ്ങനെ മൊത്തം ഒട്ടിച്ചു. കിച്ചണല്ലേ ഇത്തിരി ഭംഗിയിൽ കിടന്നോട്ടെ. നമ്മുടെ ലൈഫിൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ജീവിക്കുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ചുറ്റും കാണുന്നത് ഇത്തിരി വർണ്ണശബളമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവിടെ കിച്ചണിൽ തന്നെ ഒട്ടിച്ചു ഞാനത്. എനിക്ക് എന്താ പറയുക, അത് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ ഒട്ടിച്ചപ്പോൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും കിച്ചൺ കാണാൻ നല്ല ഭംഗിയാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു നല്ല കുളിർമ തോന്നിക്കും. നമ്മുടെ വീട് കാണാൻ കിളികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, പെയിൻ്റ് അടിക്കാരൻ്റെയോ അല്ലെങ്കിൽ വേറൊരു വർക്കറുടെയോ ഒന്നും ആവശ്യമില്ല. നമ്മളൊന്നും മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വർക്കും ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വെറും ഒരു വ്ളോഗാണ്, വലിയ അടാറ് സംഭവമൊന്നുമല്ല. ഒരു കുട്ടി വ്ളോഗ് എന്ന് വെച്ചാൽ വ്ളോഗ് കുറച്ച് നീണ്ടതാണ്, കാരണം 3 ദിവസത്തെ ആണല്ലോ. എന്നാലും എന്താ പറയുക, വെറുതെ ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. എനിക്കിപ്പോൾ നിങ്ങളെൻ്റെ ഫാമിലിയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഷെയർ ചെയ്യാലോ. അപ്പോൾ നിങ്ങളെൻ്റെ കൂട്ടുകാരല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കുഞ്ഞു വിശേഷമാണ് നമ്മുടെ വീട് പെയിൻ്റ് അടിച്ചത്. അത് ഞാൻ തന്നെ പെയിൻ്റ് അടിച്ചു എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.